അസ്സലാമു അലൈക്കും. സ്വാഹിബ് എന്നാണ് സഹചാരി എന്നതിൻ്റെ അറബി പദം. സദാ ചാരത്തുള്ളയാൾ എന്നാണ് അതിൻ്റെ ഉദ്ദേശം. അയാളില്ലാതെ നമ്മളില്ല. അയാളെക്കുറിച്ച് നമ്മൾക്കറിയാത്തതും ഒന്നുമില്ല. അയാളാണ് നമ്മുടെ ജീവിതത്തിലെ വെളിച്ചവും വഴികാട്ടിയും. വിശുദ്ധ വേദത്തെക്കുറിച്ച് വദൂദായ നാഥൻ വെളിപാട് നൽകിയതും അതാണ്. ഖുർആൻ ഹുദയും നൂറുമാണ്. നാം അരികെ നിന്നാൽ അടുത്തു നിൽക്കുന്നതും അകന്നു നിന്നാൽ അകലേക്ക് മായുന്നതുമാണ് ഖുർആൻ. വരികൾക്കിടയിലെ വായനയിലൂടെ വിശുദ്ധ വചനങ്ങളുടെ വിസ്മയങ്ങളിലേക്ക് ഒരിക്കൽ ഇറങ്ങിയാൽ തിരിച്ചു കയറാൻ തോന്നാത്ത വിധത്തിൽ ഖുർആൻ നമ്മെ അതിൻ്റെ നെഞ്ചോട് ചേർക്കും. മനസ്സിന് തണുപ്പും ജീവിതത്തിന് തണലും നൽകും. ഹൃദയത്തിന് ശാന്തിയും ചിന്തയ്ക്ക് വെളിച്ചവും നൽകും. കണ്ണിന് കുളിർമയും കാതിന് മധുരവും നൽകും. നമുക്ക് ഏറ്റവും പ്രിയമുള്ളയാളോട് ചേർന്നു നിൽക്കുമ്പോൾ നാം ആഗ്രഹിക്കാറില്ലേ, ഒരിക്കലും ചാരത്തു നിന്ന് മാറരുത് എന്ന്? ഖുർആൻ വായനയുടെ അനുഭൂതിയും അങ്ങനെയാണ്. സമയം തീരരുതേ എന്ന് പ്രാർത്ഥിക്കും. അത്രമേൽ നമ്മുടെ ജീവിതത്തോട് നേരിട്ട് സംവദിക്കുന്നുണ്ട് ഖുർആൻ. ഉള്ളുകൊണ്ട് വായിക്കണം. പക്ഷേ പ്രവാചകന്മാരെ പരാമർശിക്കുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ? പലതും പറഞ്ഞു പോകുന്നതിനു പകരം പരിഗണിക്കേണ്ട പ്രധാനപ്പെട്ടവ പലയിടത്തും പറയുന്നു. ആദമിന്റെ അപരാധബോധവും, നോഹിന്റെ ക്ഷമയും, അയ്യൂബിന്റെ സഹനവും, യാക്കോബിന്റെ വ്യസനവും, യൂസുഫിന്റെ വ്യതകളും, ഇബ്രാഹിമിന്റെ യുക്തിയും, ഷുഐബിന്റെ വ്യക്തിത്വവും, മൂസായുടെ ധൈര്യവും, ഈസായുടെ സ്ഥൈര്യവും അലൈഹിമുസ്സലാം എല്ലാം വിവരിച്ചു വിളിക്കുമ്പോൾ ജീവിതത്തിന്റെ പുതിയ ഉൾക്കാഴ്ചകളിലേക്കാണ് വിശുദ്ധ ഖുർആൻ വാതിൽ തുറക്കുന്നത്. സൂറത്ത് സുമർ 53 വചനത്തിൽ പറഞ്ഞതുപോലെ, ലാ തഖനതു മിർ റഹ്മത്തില്ലാ, നിരാശ വേണ്ട, നാഥൻ കൂടെയുണ്ട് എന്ന റബ്ബിന്റെ വാക്കുപോരെ വിശ്വാസിക്ക് റമദാനിനപ്പുറവും ഖുർആനിനെ സഹചാരിയായി ചേർത്തു നിർത്താൻ?